ഹായ് നമസ്കാരം. ഷെരീഫ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. ഒരു 30 ആൾക്ക് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് ലിപ്സാണിത്. ഇതിലേക്ക് വരുന്നൊരു വെജിറ്റബിളാണ് ലിപ്സ്. പിന്നെ ഒനിയൻ, ഉള്ളിയുടെ തണ്ട്, ക്യാരറ്റ്, ഇത് സല്ലറി, ഇതൊക്കെ റൈസിലേക്ക് വരുന്ന ഐറ്റംസാണ്. പുതിന, മല്ലിയില, പിന്നെ 3 കളറായിട്ടുള്ള ക്യാപ്സിക്കം, മഞ്ഞ, ചുവപ്പ്, പച്ച ക്യാപ്സിക്കം. ഇത്രയും ഐറ്റംസാണ് അതിലേക്ക് വരുന്നത്. ഇത് മല്ലിയില പകുതി ഭാഗം, പിന്നെ പുതിനയില, ഇത് ക്യാപ്സിക്ക, പച്ച ക്യാപ്സിക്ക, ഇത് റെഡ് ക്യാപ്സിക്ക്, ഇത് മഞ്ഞ ക്യാപ്സിക്ക്. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ അതിലേക്ക് റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ക്യാരറ്റ്, ഇത് ലിപ്സ്, നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ നീളമുള്ള ഇല പോലത്തെ ലിപ്സ്, ഇത് ഉള്ളിയുടെ തണ്ട്, ഒനിയൻ, ഇത് സല്ലറി. ഇങ്ങനെ ഐറ്റംസുകൾ ഫ്രൈഡ് റൈസിലേക്കുള്ളത്. കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. നമ്മളിപ്പോൾ റൈസ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുകയാണ്. 5 കിലോ അരിയാണ്. ഇത് 5 കിലോൻ്റെ പാത്രമാണ്. അപ്പോൾ ഇതിനൊരു പാത്രം അരിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഈ പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് ഇതിൽ ഒഴിക്കണം കേട്ടോ. നമ്മൾ 5 കിലോ അരിയിലേക്ക് 1 കിലോ ഡാൽഡ, പിന്നെ 200 RKG നെയ്യാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചൂടാവാൻ വേണ്ടിയിട്ട് ആണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അരി നമ്മൾ അരമണിക്കൂർ കുതിർത്തി വെച്ച അരിയാണ് കേട്ടോ. അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ അരമണിക്കൂർ കുതിർത്തിയിട്ടുള്ള അരിയാണ്. ലോങ് റൈസാണ്. ഇനി അരമണിക്കൂർ കുതിർത്തിയിട്ടുണ്ട്. ഇനി ഒരു കഴുകൽ കഴിക്കാൻ മതി. അപ്പം ഇനി ഒരു ഒറ്റ കഴുകൽ കഴിക്കാൻ മതി. അരമണിക്കൂർ ഇടുന്നതുകൊണ്ട് അതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ പൊക്കോളും. ഒരു കഴുകൽ കഴിക്കുക, അരി ഓക്കെ ആയി. മതി നമുക്ക് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. തുറക്കാം. ഇതൊരു പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഈ നമ്മൾ വെച്ച നേരത്തെ വെള്ളം അതിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ കല്ലുപ്പ്. 5 കിലോ അരിയാണ്. ഇതാ ഒരു കൈ ഫുൾ കൈ ഇട്ടിട്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കിയിട്ട് കയ്യിലിടാം. 1 കിലോ ആളുടെയാണ് ഇത് 5 കിലോ അരിക്ക് ഉപയോഗിക്കുന്നത്. അതിൽ പകുതി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഡാൽഡയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റായി, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അരി ഇടാം. അരി കൊണ്ടുവാ. അപ്പോൾ അരി ഇതിലിടാണ്. നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കണം. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ആ അരിയിൽ പിടിക്കാവുന്ന ഉപ്പ് ഇതിലിടണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പ് നോക്കണം. അതിൻ്റെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ പകുതി മല്ലിയില, അതുപോലെ പകുതി പുതിന. ഇത്രയാണ് ഇത് വേവിക്കുമ്പോൾ വേണ്ടുള്ളൂ. ഇനി എല്ലാം വേവിച്ചതിന് ശേഷമാണ് മറ്റുള്ള ഐറ്റംസ് നമ്മളിതിൽ ആഡ് ചെയ്യുള്ളൂ. ഉപ്പൊരു സ്വല്പം കുറവുണ്ട്. അപ്പം ഞാനൊരു 1/2 കൈ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇത് ഊറ്റിയെടുത്തിട്ടും വയ്ക്കാം, വറ്റിക്കുകയും ചെയ്യാം. വറ്റിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളവും കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഊറ്റിയെടുക്കും പിന്നെ അത് വേണ്ട. എന്നുവെച്ചാൽ ഊറ്റിയെടുക്കുമ്പോൾ പിന്നെ അത് വെറും ചോറ് ഒരു കൂട്ടിപ്പെടുത്തം ഉണ്ടാവില്ല. വറ്റിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. റൈസ് നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഊറ്റുകയാണെങ്കിൽ ഇതിലിപ്പോൾ ചുരുങ്ങി ഇതിൻ്റെ പകുതിയോളം വെള്ളം വയ്ക്കണം. എന്നിട്ട് ആ അരി അതിന് മൊത്തം തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. വറ്റിക്കുമ്പോൾ നമ്മളത് കണക്കാക്കി വെള്ളം വെച്ചാൽ മതി. ഇപ്പോൾ 1 കിലോ അരിയിലേക്ക് 2 ലിറ്റർ വെള്ളം. ഈ ലോങ് റൈസ് ആകുമ്പോൾ ചെറിയ റൈസ് കൊണ്ടും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് 1.5 വെള്ളം വെച്ചാൽ മതി. 1.5 ലിറ്റർ വെള്ളം വെച്ചാൽ മതി. 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം വെച്ചാൽ മതി.
കുറച്ച് ക്യാരറ്റ് ഇടുന്നുണ്ട്. അരി ആയോന്ന് നോക്കണം കേട്ടോ ഇടയ്ക്ക്. അരി അരി ഒന്ന് കടിച്ച് നോക്കുക, ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. നമ്മളിതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കണം. ഇത് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം വറ്റുമ്പോഴത്തേനും ഇതിൻ്റെ മുകളിലേക്കുള്ള കണൽ അവിടെ റെഡിയാക്കുന്നുണ്ട് കണ്ണൻ. നമ്മൾ 1 കിലോ ഡാൽഡ വെച്ചിട്ട് 1/2 കിലോനെ വെച്ചിട്ടുള്ളൂ. 1/2 കിലോ നമ്മൾ സൺഫ്ലവറാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും റൈസ്. വെള്ളം വറ്റി വരുമ്പോൾ അതിൽ നമ്മൾ 6 kg ഒഴിക്കുക. $200 ml 6 kg നമ്മൾ എടുത്തിരിക്കുന്നത് 5 കിലോ അരിയിലേക്ക്. റൈസ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് കണൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. കാരണം ഇത് കൊണ്ടുപോകും, തീ കൊണ്ടുപോകും. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് തീ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇങ്ങനെ ഈ തീ മുകളിൽ വെച്ച് അടിയിലെ തീയെല്ലാം ഓഫ് ചെയ്തിട്ട് വെച്ചാൽ നമ്മളെ റൈസ് റെഡിയാവും. ഫ്രൈഡ് റൈസിലേക്ക് ഇനി നമുക്ക് ആ വെജിറ്റബിൾ മൊത്തം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉരുളിയൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഡാൽഡ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് എല്ലാം. ഒനിയൻ ഇട്ടു, ലിപ്സ് ഇട്ടു. ഓവറായിട്ട് ആവാൻ പാടില്ല, കുറച്ച് ഒന്ന് നൈസായിട്ട് ചൂടാവാനേ പാടുള്ളൂ. ഇത് ഗ്രീൻ ക്യാപ്സിക്ക, ഇത് യെല്ലോ ക്യാപ്സിക്ക, ഇത് റെഡ് ക്യാപ്സിക്ക്. അത് കൂടെ നമ്മൾ അവിടെ വറുത്ത് വെച്ചേർന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിൽ ഇടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിന. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ റൈസിലേക്ക് മാറ്റുകയാണ്. ദമ്മ് പൊട്ടിക്കുമ്പോൾ അത് നേരെ റൈസിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ദമ്മായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊക്കെ തുറന്നൊന്ന് ഇളക്കി നോക്കാം. ഓക്കെ ആയിട്ടുണ്ട്, റൈസ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിവിടെ വേവിച്ച് വെച്ച ആ ഐറ്റംസൊക്കെ ഇതിൽ ചേർത്താൻ പോവുകയാണ്. ഫ്രൈഡ് റൈസും ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിളിൻ്റെ പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഉഷാറാണ്. ഇതിലേക്ക് നമുക്ക് മട്ടനോ ചിക്കനോ ഗോബി മഞ്ചൂരിയോ ഏത് ഐറ്റം, ബീഫോ ഏത് ഐറ്റം വേണമെങ്കിൽ കൂട്ടി കഴിക്കാം കേട്ടോ. ഫ്രൈ ആയിട്ട് കഴിക്കാം, ഗ്രേവി ആക്കിയിട്ട് കഴിക്കാം, എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈഡ് റൈസ് നല്ല കറക്റ്റ് വേവാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ലീഫുകളുടെ ഒക്കെ ആ ഒരു എസൻസ് നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
ഓക്കെ, അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.